Good morning, good afternoon, good evening. Welcome to എക്സ്കാസ്റ്റ് വേൾഡ് കപ്പ് എഡീഷൻ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൗണ്ട് ഓഫ് 32-ല് പകുതി മാച്ചസും കഴിഞ്ഞ് ഇനി ബാക്കി പകുതിയും കൂടി ഉള്ളൂ. സോ നടക്കാൻ പോണ മാച്ചസിന് മുമ്പായിട്ട് നടന്നു കഴിഞ്ഞ മാച്ചസിനെ കുറിച്ച് നമുക്ക് ആദ്യമേ സംസാരിക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് മാച്ച് ഇതിനെ കുറിച്ച് സംസാരിക്കണം. കാനഡ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. കാനഡ സൗത്ത് ആഫ്രിക്ക പറയണായിരുന്നു ഫസ്റ്റ് ക്വാർട്ടർ മാച്ച്, ഫസ്റ്റ് റൗണ്ട് ഓഫ് 32 മാച്ച് എക്സ്ട്രാ ടൈം പെനാൽറ്റി ആവുന്നു പറഞ്ഞില്ല. 91-ാം മിനിറ്റില് ഒരു കലക്കൻ ഗോള്. ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു. അതുവരെ സൗത്ത് ആഫ്രിക്ക പിടിച്ചിരുന്നത് അവസാനം കൊണ്ടുപോയി കളഞ്ഞു. അവസാനം കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അവസാനം പക്ഷേ ഇത്തവണത്തെ റൗണ്ട് ഓഫ് 32 മിക്ക മാച്ചസ് എടുത്താലുണ്ടല്ലോ ഒരു 90 ആവുമ്പോഴായിരിക്കും ആരെങ്കിലും എല്ലാവർക്കും ഓരോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആൾക്കാർക്ക് മറ്റേ ഒരു കോൺസെപ്റ്റ് ആ ഒരു തോട്ടം പോയിട്ടുണ്ട്. 90 മിനിറ്റ് ആവട്ടെ അപ്പൊ കളിയാണ്. അല്ല, 90 മിനിറ്റ് കളിയാണവർക്ക് ഈ ഫീൽ കിട്ടൂല. ഈ 90 മിനിറ്റ് വരെ സ്വന്തം ടീം ജയിക്കും പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വിഷമം ജയിക്കണവർക്ക് സന്തോഷം. കാരണം ഇപ്പോ നമുക്ക് നെക്സ്റ്റ് മാച്ച് ബ്രസീലും ജപ്പാനും പോയി കഴിഞ്ഞാൽ അത്രയും നേരം ജപ്പാനും ബ്രസീലും കളി പിന്നെ കളിയായിരുന്നു. അല്ല, അവിടെയാണ് ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ മഹാമാന്ത്രികന്റെ ആ ഒരു ടാക്ടിക്സും കാര്യങ്ങളും വർക്കായത്. ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ തികച്ചും വ്യത്യസ്തമായ ഒരു ഫുട്ബോൾ കളിക്കാൻ ശ്രമിച്ചു, വട്ടത്തിയും മുഞ്ചിപ്പോയി. സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ ക്രോസും എയർ ബോളും വെച്ച് കളിക്കാൻ തുടങ്ങി. അവിടെയാണ് ബ്രസീലിന് അഡ്വാൻറ്റേജ് വന്നതും. എല്ലാവരും വിചാരിച്ചത് ഫസ്റ്റ് ഹാഫിലെ കസമേറോ പ്രകടനത്തിന് ശേഷം മാറ്റുമെന്നാണ്. പക്ഷെ കസമേറോ തന്നെ വന്ന് ഗോൾ അടിച്ചിട്ട് രക്ഷകനായി മാറി. പിന്നെ അല്ല, അതും പോരാണ്ട് ഓൾറെഡി 4 ഫോർവേഡ് ഉള്ളപ്പോ ബ്രൂണോ മാർട്ടിനെ ഇറക്കിയത് അതൊരു കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. എല്ലാരും നെയ്മർ വരെ രക്ഷകനാവുന്നു ചിലവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു നെയ്മറിനെ ഇറക്കൂലെന്ന്. അല്ല, എനിക്ക് തോന്നിയത് അങ്ങനെയല്ല കേട്ടാ. 90 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എക്സ്ട്രാ ടൈം പോവാണെങ്കിൽ നെയ്മർ കളിക്കും. കാരണം ഒരു 10-20 മിനിറ്റിലേക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ നെയ്മറിനെ ഇറക്കൂലെന്ന്. കാരണം ഫിസിക്കലി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. നെയ്മർ അത്രക്കും ആ ഒരു ഫിറ്റ്നസിലോട്ടും ആ ഒരു ഫാസ്റ്റ് മാച്ചിലോട്ടുള്ള ആ ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. ജയിച്ച് നിൽക്കുന്ന മാച്ചാണെങ്കിൽ ഓക്കെ, 100% നെയ്മറിനെ ഇറക്കുക, നെയ്മറിൻ്റെതായ രീതിയിൽ കളിച്ചോളൂ. പക്ഷേ ഇത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള മാച്ചില് നെയ്മറിന്റെ സ്കില്ലിനെയും കഴിവിനല്ല ചോദ്യം ചെയ്യണത്. പക്ഷെ ഇപ്പത്തെ മാച്ചിന്റെ ആ ഒരു ഇന്റൻസിറ്റിയും ആ ഒരു ഇതും അതുകൊണ്ടാണ്. സോ എനിക്ക് ഉറപ്പായിരുന്നു ഇറക്കൂല. ഇറക്കണമെങ്കിൽ തന്നെ എക്സ്ട്രാ ടൈം പോയിട്ട് അവസാനത്തെ 5 മിനിറ്റ് പെനാൽറ്റിക്ക് വല്ലതും ഇറക്കിയിട്ടുണ്ടാവുള്ളൂ. അല്ല, ജപ്പാൻ നമ്മൾ എടുത്ത് പറയണം കേട്ടോ. കാരണം ഈ പ്രാവശ്യം അവർക്ക് ഒരാളെ വിറപ്പിക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ അവർ ഫസ്റ്റ് നോക്കൗട്ട് മാച്ചസിൽ തന്നെ പോയി. പക്ഷെ എന്നാലും ഒരു നമുക്കേ ഫുട്ബോളിൻ്റെ ഒരു ക്രൂവാലിറ്റി അവിടെ മനസ്സിലാവും. അപ്പോൾ ബ്രസീലിൻ്റെ സപ്പോർട്ടേഴ്സ് പോലും ഒരു സമയത്ത് അയ്യോ ഇവർ ഇത്രയും കളിച്ചിട്ട് ഇവർ തോറ്റുപോയില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ക്രൗഡിൻ്റെ റിയാക്ഷൻ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും കോച്ച് വന്നിട്ട് എല്ലാവരും സോറി എന്നൊക്കെ പറഞ്ഞത്. അല്ല, ജപ്പാനെ സംബന്ധിച്ച് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ഭയങ്കര അധികം ഫാൻസ് ഉള്ളൊരു ടീമാണ് ജപ്പാൻ. അല്ല, നല്ല ഫുട്ബോൾ കളിക്കണം, നല്ല എന്താണ് ഇന്റർനാഷണൽ ക്വാളിറ്റിയാ, അങ്ങനത്തെ ക്വാളിറ്റി ഫുട്ബോൾ കളിക്കണം. നല്ല നല്ല കളിയാണ്. നല്ല ഈ പറഞ്ഞ ബ്രസീല് ലോക ചാമ്പ്യന്മാരെ ഇങ്ങനെ വിറപ്പിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അതെന്നൊരു അവർക്കൊരു മെയിൻ അഡ്വാൻറ്റേജ് തന്നെയല്ലേ അത്. തീർച്ചയായും. ഇപ്പോ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ച കേസ് പറഞ്ഞപ്പോഴാണ് ഇപ്പുറത്തെ വേറെ ചാമ്പ്യന്മാര് തോറ്റുപോയി. അല്ല, ലോക ചാമ്പ്യന്മാരല്ലേ സെക്കൻഡ് മോസ്റ്റ് വേൾഡ് കപ്പ്. ഉറുഗ്വേക്കുണ്ട്, ഉറുഗ്വേക്ക് 2 ഉള്ളൂ, 2 മറ്റേതാണ്. നാല് സ്റ്റാറിന്റെ കേസ് ഒന്നും എടുത്തിട്ടതാണ്. ഉണ്ടെന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ തിയറി. മറ്റേ ഒളിമ്പിക് മെഡലൊക്കെ കൂട്ടിട്ടാണ് വേൾഡ് അപ്പൊ എന്തേലും ആവട്ടെ. ജർമ്മനിയുടെ കേസ് എന്റെ അടുത്ത് നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു ഉത്തരം നിനക്ക് ഓർമ്മയുണ്ടാ? ഈ ടൂർണമെന്റിലെ ഫ്ലോപ്പ് ടീം ഏതായിരിക്കും? ഞാൻ ജർമ്മനിയാ പറഞ്ഞത്. ആദ്യത്തെ കളി കഴിഞ്ഞപ്പോ എല്ലാരും വിചാരിച്ച് കേപ്പ് വെറുതെ ആദ്യമായിട്ടാ വേൾഡ് കപ്പ് കളിക്കണ ഒരു കുഞ്ഞു ടീം, അവർക്ക് അതിന് 6-7 ഗോൾ അടിച്ചപ്പോ എല്ലാരും വിചാരിച്ചു കുർസാവോ മാറിപ്പോയി. കുർസാവോക്കെതിരെ 7 ഗോൾ അടിച്ചപ്പോ എല്ലാരും വിചാരിച്ചു ജർമ്മനിയുടെ വൻ കംബാക്ക്. എനിക്ക് ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഐവറി കോസ്റ്റ് ആയിട്ടുള്ള കളിയാണെങ്കിലും എക്വഡർ ആയിട്ടുള്ള കളിയാണെങ്കിലും തോറ്റപ്പോ എനിക്ക് ഏകദേശം തീരുമാനമായി. പാരഗ്വായിട്ട് എനിക്ക് 100% ഉറപ്പായിരുന്നു എക്സ്ട്രാ ടൈം പെനാൽറ്റി ആവുന്നു. പിന്നെ മാനുവൽ ന്യൂർ പഴയ മാനുവൽ ന്യൂർ അല്ല. എന്നാലും ന്യൂർ ഒരു പരിധിയിൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കി. പക്ഷെ ജർമ്മനിയുടെ പെനാൽറ്റി ടേക്കേഴ്സ് പരശോക്കുമായിരുന്നു.
ജർമ്മനിക്ക് വേണമെങ്കിൽ 90 മിനിറ്റ്സിൽ ജയിക്കായിരുന്നു, ഇഷ്ടംപോലെ ചാൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത്. അവസാനത്തെ ഗോള് അവരടിച്ച് എന്തുകൊണ്ടാണ് ഗോള് സംഭവിക്കാൻ? ഗോൾ കീപ്പറിന് ഒബ്ജക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറിന്റെ ഫ്രണ്ടിൽ ഒരു ഡിഫൻഡർ നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഗോൾ കീപ്പറിന് ക്ലിയർ വിഷൻ ഉണ്ടായില്ല. അത് അവര് ജർമ്മനി നിന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറിന്റെ നേരെ ഫ്രണ്ടിലായിരുന്നു ഒരു ജർമ്മൻ ഡിഫൻഡർ നിന്നത്, ഗോൾ കീപ്പറിന്റെ വ്യൂവിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ അത് കുറെ വിവാദം ഉണ്ടാക്കിയ കേസായിരുന്നത്. കാരണം ഗോൾ കീപ്പർ അപ്പൊ തന്നെ എണീറ്റ് സേവ് ചെയ്യാൻ നോക്കി രണ്ടാമത്. രണ്ട് ആസ്പെക്ട് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യോഗൻ ക്ലോപ്പും ബാക്കിയുള്ളവരും പറഞ്ഞത് ഉള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആഴ്സണൽ ഇപ്പൊ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാവില്ല. ആഴ്സണൽ പകുതി ഗോൾ അടിച്ച് അങ്ങനെയാണ് ഈ സീസൺ മൊത്തം, കോൺട്രിങ് സെറ്റ് പീസ് അടിച്ച് ഇങ്ങനെ. സത്യം പറയാം എന്റെ ഒരു ഇതില് അത് ഗോൾ കൊടുക്കേണ്ട സാധനമായിരുന്നു, അത് ഗോളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഓരോരോ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻ വരുമ്പോഴാണ് ജർമ്മനിക്ക് കർമ്മ കിട്ടിയതാണ്. പണ്ട് ഇതേപോലെ ഇംഗ്ലണ്ടും ജർമ്മനി ഒരു കളി ഉണ്ടായിട്ടുണ്ട്. ഫ്രാങ്ക് ലംപാർഡ് ഒരു ഫ്രീ കിക്ക് അടിച്ചിടും, പോസ്റ്റ് തട്ടിയിട്ട് ബോൾ ഉള്ളിൽ പോവും, എന്നിട്ട് പുറത്തോട്ട് വരും, ഗോൾ കൊടുക്കൂല. അല്ല പക്ഷെ അന്ന് ഇത്രയും സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ VR ഒക്കെ വെച്ചിട്ടും അത് നമ്മൾ ആ ഡിസലോ ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ വേണമല്ലോ. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, 2018 മർഡോണ പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അമേരിക്കക്ക് വേൾഡ് കപ്പ് കൊടുത്ത 2 ഹാഫ് ആയിരിക്കൂല, 4 ഹാഫ് ആയിരിക്കും. ആ 4 ഹാഫില് ഇവരുടെ ഇടയിൽ പരസ്യവും കാര്യങ്ങളും കുത്തിക്കയറ്റി ഇവരൊരു കച്ചവടമായിട്ടാണ് ഇതിനെ കാണുന്നത്, അല്ലാണ്ട് ഫുട്ബോൾ അല്ലിട്ടാണ്. കറക്റ്റ് അല്ലേ? കാരണം മാച്ച് ഒന്ന് ചൂട് പിടിച്ച് വരുമ്പോഴായിരിക്കും ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് വരുന്നത്. അപ്പൊ ആ ഫ്ലോ പോവും, കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിന്റെ കളി മാറും. അല്ല ഹൈഡ്രേഷൻ ബ്രേക്ക് നമുക്ക് അനിവാര്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഉച്ചക്കുള്ള കളിയൊക്കെ വരുമ്പോഴത്തേനും ആ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഓക്കെ. ഈ രാത്രി നല്ല തണുത്തിരിക്കുന്ന സമയത്ത് ഈ ഹൈഡ്രേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ റിക്വസ്റ്റ് ടീമിന്റെ റിക്വസ്റ്റ് പ്രകാരം. ഇത് ആവശ്യമില്ലാണ്ട് കളിയുടെ ഒരു രിതങ്ങളല്ല. പക്ഷെ അതിന്റെ വേറൊരു കാര്യമുണ്ട്, അത് അവിടെയാണ് നീ പറഞ്ഞത് മണി റോളിംഗ് അവിടെ നടക്കും. അഡ്വർടൈസ്മെന്റ് ഇഷ്ടം പോലെ കയറി വരല്ലേ. പല ടീംസും അപ്പോൾ ടാക്ടിക്സ് മാറ്റേണ്ടതും കളിയിലോട്ട് തിരിച്ചു വരുന്നതും. പക്ഷെ അത് ഒരു കളിയുടെ ഒരു കണ്ടിന്യൂറ്റിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഓടി ഒന്ന് ഹീറ്റ് ആകുമ്പോഴത്തേനും നിന്നോളാൻ പറയും. വേറെ ഏത് സ്പോർട്ടാണെങ്കിലും ഇത്ര മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവാറുണ്ട്. ഫുട്ബോളിന് മാത്രമായിട്ട് ഒറ്റ ടൈം ബ്രേക്ക് ഉണ്ടായിട്ട് അവർ ഒറ്റ റിതമിലും ഫ്ലോയിലും പോണ സ്പോർട്ടായിരുന്നു. സോ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ആവട്ടെ, നമുക്ക് അടുത്ത കളിയിലോട്ട്. ഇപ്പോ ബ്രസീൽ ജപ്പാൻ പറഞ്ഞ്, ജർമ്മനി പാരഗ്വേ പറഞ്ഞ്, പിന്നെ ഏറ്റവും ശക്തമായ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കളി അതായിരുന്നു, മൊറോക്കോ വേഴ്സസ് നെതർലാൻഡ്. ഈ കൊല്ലം വേൾഡ് കപ്പ് നെതർലാൻഡ് അടിക്കുന്ന പറഞ്ഞ കുറെ ആൾക്കാരുണ്ടായിരുന്നു. കുറെ ആൾക്കാരല്ല, മറ്റേ കഴിഞ്ഞ 4 വേൾഡ് കപ്പിൽ കറക്റ്റ് ആയിട്ട് പ്രഡിക്ട് ചെയ്ത ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ഉണ്ട്. പുള്ളിക്കാരൻ പ്രഡിക്ട് ചെയ്തത് ഫസ്റ്റ് പ്രഡിക്ഷൻ ബ്രസീലിനെ ജപ്പാൻ അടിക്കുമെന്നായിരുന്നു, അവിടെ പാളി. രണ്ടാമത്തെ പ്രഡിക്ഷൻ നെതർലാൻഡ് കപ്പടിക്കും, അത് നെതർലാൻഡും പോർച്ചുഗലും ഫൈനൽ വരുമെന്നായിരുന്നു. അതിലിപ്പോ നെതർലാൻഡ് പോയിട്ടുണ്ട്, പോർച്ചുഗൽ പോവാണ്ടിരിക്കട്ടെ. അപ്പോ പുള്ളിയുടെ ആദ്യമായിട്ടാണ് ഇത്രക്കും വട്ടത്തില് പാളിപ്പോണത് പ്രഡിക്ഷൻസും കാര്യങ്ങളെല്ലാം. പിന്നെ നെതർലാൻഡിന്റെ ഒരു കേസ് എടുത്ത 2010 ശേഷം ഒരു കളി പോലും നെതർലാൻഡ് വേൾഡ് കപ്പിൽ തോറ്റിട്ടില്ല. അതറിയോ? 2010 ശേഷം കളി തോറ്റിട്ടില്ല എന്നല്ല, മറ്റേ പെനാൽറ്റിക്ക് മുന്നിൽ ഒരു കളി തോറ്റിട്ടില്ല, പെനാൽറ്റി മാത്രം പുറത്തായേക്കണത്. ഫുൾ ടൈമിനുള്ളിൽ തോറ്റിട്ടില്ല. കഴിഞ്ഞല്ല 2014, 2018 ക്വാളിഫൈ ചെയ്യില്ല. 22 മറ്റേ അർജന്റീന പിടിച്ച്, 18 എനിക്ക് തോന്നുന്നു അർജന്റീന പിടിച്ചത്, അല്ല 14 അർജന്റീന പിടിച്ചത്, 14 അർജന്റീന പിടിച്ചത്. ക്വാർട്ടർ നെതർലാൻഡിന്റെ അതൊരു വലിയ റെക്കോർഡാണ്. കാരണം 2010 ശേഷം 14 വർഷമായിട്ട് ഒരു കളി തോറ്റിട്ടില്ല. ഒരു കളി തോറ്റിട്ടില്ല, ഒരു കപ്പുമില്ല. അതാണ് പ്രശ്നം. ഒരു കളി തോക്കാണ്ട് ഉള്ള ടീമിന് ഒരു കപ്പുമില്ല. അല്ല ഇക്കൊല്ലം അത്യാവശ്യം നല്ല കലക്കൻ ടീം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നെതർലാൻഡിനെ എപ്പോഴും പൊക്കി പറയുമ്പോഴും മൊറോക്കോ അമ്മാതിരി ടീമാണ്. മൊറോക്കോന് ചെറിയ ടീം എന്ന് പറയണവർക്ക് ബുദ്ധി ഇല്ലാന്ന് പറയാൻ പറ്റും. മൊറോക്കോ ബിഗ് ലീഗിലേക്ക് കയറി, അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ ചെയ്യണം. ഇനി ചെറിയ ടീമല്ല, മൊറോക്കോ ഇനി വലിയ ടീമാണ്. മൊറോക്കോ കളിക്കണ ഫുട്ബോൾ വെറുതെ അവര് ഭയങ്കര രസം. ഏതാണല്ലോ സ്പീഡുണ്ട്, സ്കില്ലുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ യങ് ടാലന്റ്, ആ ബ്ലഡ്, ആ ചോരത്തള്ളപ്പ അവിടെ എന്തായാലും കാണാനുണ്ട്. ആഫ്രിക്കൻ കപ്പ് അടിച്ചത് ലാസ്റ്റ് അവരല്ലേ? അത് വിവാദകരമായ വേറെ വിവാദപരമായ കപ്പായിരുന്നു അത്. അല്ല എന്നാലും സ്ട്രോങ് ടീമാ, സ്ട്രോങ് ടീം. ഇതിപ്പോ 2022 സെമിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ചിലപ്പോൾ പഠിക്കാൻ ചാൻസ് ഉണ്ട്.
ഫ്രാൻസും മൊറോക്കോയും റൗണ്ട് ഓഫ് 8 വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ആ ഫ്രാൻസും മൊറോക്കും നല്ല കളിയായിരിക്കും. കാരണം ഫ്രാൻസിന് മൊറോക്കോ അങ്ങനത്തെ ടീം കിട്ടിയാൽ മാത്രമേ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ല ഫ്രാൻസിനെ തോപ്പിക്കുന്ന ടീമിന് കപ്പ് കൊടുക്കാന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അല്ല അതിപ്പോ വേറെ ആൾക്കാർ പറഞ്ഞ പോലെയാണ്. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, ഒരു സൈഡ് ഫ്രാൻസ് A ടീം കളിക്കട്ടെ, വേറെ സൈഡ് ഫ്രാൻസ് B ടീം കളിക്കട്ടെ. എന്നാലും ചിലപ്പോ സംശയമാണ്. ചിലപ്പോ രണ്ട് ടീം എന്തായാലും ക്വാളിഫൈയും ചെയ്യും, നോക്കൗട്ടിലേക്ക് കയറുകയും ചെയ്യും, അത് ഉറപ്പാ. നെക്സ്റ്റ് മാച്ച് ഇന്നലെ നടന്ന കിടിലൻ മാച്ച് ആയിരുന്നത് ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ. അതിനകത്ത് ആ ഫസ്റ്റ് ന്യൂസ് ഇട്ട കറക്കിട്ടുള്ള ഗോള് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണുണ്ടായിരുന്നു. കാരണം മറ്റേ പ്ലെയർ സ്റ്റേഷൻ കളിക്കുമ്പോഴും അല്ലാണ്ട് നമ്മ ഗെയിം കളിക്കുമ്പോഴാണ് മറ്റേ ഫീസ് ഷോട്ട് ഇങ്ങനെ കറങ്ങി പോണം നമ്മൾ കാണുന്നത്. ഇന്നലെ അവന് അത്ര സ്മൂത്ത് ആയിട്ട് വലിയ പവർ ഒന്നുമില്ല, പക്ഷെ പ്ലേസ് ചെയ്ത കറക്കിട്ട് ചാണ്ടിണ്ടല്ലോ, എന്ത് രസമായിരുന്നു കാണാനായിട്ട്. ഐവറി കോസ്റ്റും കളിച്ചട്ടാ, അടിപൊളിയായിട്ട് ഐവറി കോസ്റ്റും കളിച്ച്. അല്ല സെക്കൻഡ് ഹാഫ് ആയപ്പോ എനിക്ക് ഉറപ്പിച്ച ഐവറി കോസ്റ്റ് എങ്ങനെ ജയിക്കുന്നു. കാരണം അവർ അമ്മാതിരി കളി കളിക്കണം. ഒരു ആ മടിയാളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അവരെ ഗോൾ അടിച്ചത് എന്ത് കിടില ഗോളായിരുന്നു. ലാസ്റ്റ് ഹാളൻഡ് കറക്റ്റ് ആയിട്ട് വെറുതെ നിന്നൊടുത്താൽ മതിയുള്ള സാധനമായിരുന്നു. പക്ഷെ അവസാനത്തെ ഫ്രീ കണ്ടില്ലേ, നല്ല അടിയായിരുന്നു. ഗോളി സ്ട്രൈറ്റ് ആയി പോയി കുറച്ച്, അതാണ് അതിന് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഗോളിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നത്. കാരണം ഫ്രണ്ടില് ബ്ലോക്ക് കാണുന്ന ഒരു ഫ്രീ കിക്ക് എടുപ്പിച്ച്. വേറെ ഇപ്പോ ഏത് ടീമാ അടുത്തത്? മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ. അല്ല വലിയ മാച്ച് നമ്മൾ പറഞ്ഞില്ല, ഫ്രാൻസുകാരെ പറഞ്ഞില്ല. ഫ്രാൻസ് എന്തോന്ന് ചെറുപ്പം പറയാനായിട്ട് കിലിയൻ എംബാപ്പെ. അല്ല ഞാനിപ്പോ ഒരു സിമ്പിൾ ആയിട്ട് ചോദിച്ചോട്ടെ, ഈ ഫ്രാൻസിനെ ഏത് ടീം പിടിച്ചു കെട്ടും ഈ ഇത്രയും കളിഞ്ഞതിന് ശേഷം? ഞാനിപ്പോ ഒരു പോർച്ചുഗൽ ഫാനാന്ന് എല്ലാവർക്കും അറിയാം. നിലവിലെ സാഹചര്യത്തില് ഫുട്ബോളിങ് ആസ്പെക്റ്റില് ഫ്രാൻസിനോട് മുട്ടി നിൽക്കാൻ ഏതെങ്കിലും ടീമിന് പറ്റുകയാണെങ്കിൽ അത് അർജന്റീനക്കാണെന്ന് എനിക്ക് തോന്നണം. കളിക്കണ കളി വെച്ച് ടീം വൈസ് ചിലപ്പോ അർജന്റീന ഫ്രാൻസിന്റെ പകുതി പോലും ഉണ്ടാവില്ല. ടീം വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടാ സ്പെയിനാ പോർച്ചുഗൽ ആയിരിക്കും. പക്ഷെ കളിക്കണ ഒരു രീതിയും കൂടി ഉണ്ട്. ആ ഒരു രീതി വെച്ചിട്ട് ഇപ്പൊ ഏറ്റവും മികച്ച കളിക്കണ ഫുട്ബോൾ കളിക്കണ രണ്ട് ടീമെ നോക്കിയിട്ട് ഫ്രാൻസും അർജന്റീനയാണ്. സോ ഫ്രാൻസും അർജന്റീനയും വന്ന ഒരു ശക്തമായ പോരാട്ടമായിരിക്കും. 2022 ഫൈനൽ തന്നെ റിപ്പീറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മൈക്കോൺ ആക്കണേക്കാളും വീഡിയോ ആക്കണേക്കാളും മുമ്പ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ ഫൈനൽ റിപ്പീറ്റ് അടിക്കുമെന്നാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ഫ്രാൻസ് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇത്തവണത്തെ ഫ്രാൻസ് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് നോർവേ ആയിട്ട് ഒരു നല്ല ടീമായിട്ട് കളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നോർവേ ആയിട്ട് കളിച്ച മാച്ചിലുണ്ടല്ലോ, നോർവേയുടെ മിക്ക കളിക്കാർക്കും റെസ്റ്റ് കൊടുത്തേക്കണായിരുന്നു. മെയിൻ പ്ലേയേഴ്സിന് ബെഞ്ച് പ്ലേയേഴ്സിനെ ഇറക്കിയത്. ഫ്രാൻസിന്റെ ബാക്ക് പൊട്ടണുണ്ട്, നല്ല രീതിയിൽ ഫ്രാൻസിന്റെ ബാക്ക് പൊട്ടണുണ്ട്. അത് ആ കളി കണ്ടവർക്കറിയാം. സ്വീഡനായിട്ടും ബാക്ക് പൊട്ടിയിട്ടുണ്ട്, ഗോൾ കൺസീഡ് ചെയ്തില്ല, പക്ഷെ ബാക്ക് പൊട്ടണുണ്ട്. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. അല്ല അവര് എന്തായാലും അവര് ഒരു ഗോളോ 2 ഗോളോ മേടിച്ചു കഴിഞ്ഞാൽ അവർ 4 ഗോൾ അടിക്കും എന്നുള്ളത് അവർക്ക് അത്രയും ഇതുണ്ട്. അവിടെയാണ് വ്യത്യാസം വരാൻ പോണം. ഫ്രാൻസ് ഒരു നല്ല ടീമായിട്ട് കളി വന്നു കഴിഞ്ഞാല് അപ്പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പുറത്ത് അടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പുറത്തുള്ള ടീം ഒരെണ്ണം അടിച്ചിട്ട് ചത്ത് ഡിഫെൻഡ് ചെയ്യുന്ന ടീമാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഡിഫൻസീവ് ടീം ആവുമ്പോൾ മാത്രം അവര് ഗോൾ ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. പാരഗ്വേ മാച്ച് ഉണ്ടല്ലോ, എല്ലാവരും ഭയങ്കര സിമ്പിൾ ആയിട്ടാ കാണുന്നത്. ആരും സിമ്പിൾ ആക്കൂലല്ലോ. ജർമ്മനിനെ അടിച്ചിട്ടിട്ട് വരുമ്പോ ജർമ്മനിയും ഫ്രാൻസിനെ ഞാൻ കമ്പയർ ചെയ്യില്ല. ജർമ്മനിയും ഫ്രാൻസും അങ്ങനെ കളിയൊന്നും ഉണ്ടല്ലോ. ഫ്രാൻസ് പാട്ടും പടിയിച്ച്, പിന്നെ അത് ഉറപ്പല്ലേ. പക്ഷെ പാരഗ്വേ ആയിട്ട് അങ്ങനെ വരൂല, ഡിഫറൻസ് ഉണ്ട്. പാരഗ്വേ ആയിട്ട് അങ്ങനെ വരൂല, നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നണില്ല ഫ്രാൻസിനെ പിടിച്ചു കെട്ടാൻ ഇച്ചിരി സിമ്പിൾ അല്ല അത്. അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ പറയട്ടെ, നീ പറഞ്ഞ ഡിഫൻസ് ഓപ്പോസിറ്റ് ടീം നിന്നാല് ശരിയാണ്, ഇല്ലാന്നില്ല. പക്ഷെ ഡിഫൻസ് നിന്നാലല്ലേ വേൾഡ് ക്ലാസ് അറ്റാക്കേഴ്സിന് അപ്പൊ അവരുടെ മിടുക്ക് തെളിയിക്കാൻ അവർ ഒന്നും കൂടി ട്രൈ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കുന്ന സമയത്ത് എനിക്ക് എംബാപ്പാനേക്കാളും കിഡിലിൽ തോന്നിയത് ഒലീസയാണ്. ശരിക്കും പറഞ്ഞാല് അവൻ അടിക്കണത് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയി അടിക്കണത്. ആ ബോക്സിന്റെ പുറത്തുനിന്നാണ് ഷോട്ട്സ് അറ്റംപ്റ്റ് ചെയ്യണം. അല്ലടാ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കിട്ടാൻ ചിലപ്പോ പോണത് ഡിംബലിലേക്കും എംബാപ്പയ്ക്കൊക്കെ ആയിരിക്കും. പക്ഷെങ്കിലേ ഈ കളി നിയന്ത്രിക്കുന്നത് ഈ ഒലീസിയാണ്. അവിടെ കറക്റ്റ് സാധനം കൊണ്ടുകൊടുത്തിട്ടേ ഇവരെ ഫ്രീ ആക്കി വിടുന്നത് ഈ ഒലീസിയാണ്. എംബാപ്പ കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ ഒലീസിയാണ് ആ ഒരു തരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഫ്രാൻസ് വേൾഡ് കപ്പ് അടിക്കുന്നു, ആരായിരിക്കും അടുത്ത ബാലൻഡിയർ വിന്നർ? എംബാപ്പയുടെ കീഴിലാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ എംബാപ്പയ്ക്ക് പോകും. പക്ഷെ ട്രോഫി വൈസ് ഈ പറഞ്ഞ പോലെ ഡെമ്പലെ ചാമ്പ്യൻസ് ലീഗ് ഉള്ളവന് രണ്ടാമത്തെ വേൾഡ് കപ്പ്. പക്ഷേ വേൾഡ് കപ്പ് പറഞ്ഞുതരാം അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ബാലൻഡിയോർ ആകുമ്പോഴും എപ്പോഴും ഉണ്ടല്ലോ പ്ലെയേഴ്സിന് ഒരു ഇത്ര വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മെസ്സിക്ക് എപ്പോഴും ഒരു ഇത്ര വോട്ട് ഉണ്ട്, ക്രിസ്ത്യാനോന് ഒരു ഇത്ര വോട്ട് ഉണ്ട്, അതുപോലെ ഉണ്ടല്ലോ എംബാപ്പയ്ക്ക് ഒരു ഇത്ര വോട്ട് ഉണ്ട്. അത്രയും വോട്ട് ഡെമ്പലയ്ക്ക് ഇല്ല.
പിന്നെ കഴിഞ്ഞ തവണ ഡെമ്പലേക്ക് ഒരു എതിരാളി ഉണ്ടായിട്ടില്ല. എംബാപ്പെ പിക്ചറിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എംബാപ്പേനെ വെറും വേൾഡ് കപ്പ് എംബാപ്പയുടെ ഇതിലാണ് ഫ്രാൻസ് വേൾഡ് കപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ ബാലൻഡിയോർ എംബാപ്പയ്ക്ക് വേണമെന്നുള്ള വേറൊരു ട്രോഫി ഇല്ലല്ലോ. കോമ്പറ്റീഷൻ വരും ഡെമ്പലെ എംബാപ്പെ തമ്മിൽ. പക്ഷെ എംബാപ്പെ എഡ്ജ് ചെയ്ത് പോവാൻ നല്ല സാധ്യത ഞാൻ കാണും. എനിക്ക് രണ്ടാമത് വാലന്റിയോർ ഡിംബലേക്ക് കിട്ടും തന്നെയാണ് എന്റെ ഒരു സ്ട്രോങ്. ജയിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ജയിക്കട്ടെ, അവിടെ വരെ എത്തട്ടെ, അത് വേറെ കാര്യം അല്ല. എന്തായാലും ഫൈനൽ കളിക്കുന്നാണ് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത മാച്ച് ചെയ്തായിരുന്നു മെക്സിക്കോ കിട്ടും. മെക്സിക്കോയുടെ കേസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സാധാരണ ഹോസ്റ്റ് ചെയ്യുന്ന നേഷൻസ് അലമ്പ് കളിയായിരിക്കും. ഖത്തർ, റഷ്യ, ബ്രസീൽ കുഴപ്പമുണ്ടായില്ല, സെമി വരെ എത്തി. പക്ഷെ നാണം കെട്ടാ പോയത്. അതിന് മുമ്പ് 2012 ഏത് ടീമായിരുന്നു? 10 ആഫ്രിക്ക. മെക്സിക്കോ ഇതുവരെ കളിച്ചതിൽ ഇതുവരെ ബെസ്റ്റ് ഫുട്ബോൾ കളിച്ച ടീം ഏതാന്ന് ചോദിച്ചാൽ മെക്സിക്കോ ആണ് അൺഡൗട്ടഡ്ലി. ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ മെക്സിക്കോ അത്യാവശ്യം ദൂരം. ഈ വേൾഡ് കപ്പിന് വേറൊരു ഇതും കൂടി ഉണ്ട്. ഇപ്പൊ ഈ റൗണ്ട് ഓഫ് 16 കടന്നത് ഇപ്പൊ കാനഡ കടന്നു, ഹോസ്റ്റ് നേഷനാണ് മെക്സിക്കോ കടന്നു. എന്തായാലും USA കടക്കുകയും ചെയ്യും. USA ഇച്ചിരി സിമ്പിൾ ടീമിനെ ബോസ്നിയൻ അങ്ങനെ എഴുതി തള്ളാൻ പറ്റുമൊന്നുമില്ല, എന്നാലും നോക്കാം. പിന്നെ നടപടിയാവൂല. USA ഫ്രണ്ടില് വേൾഡ് കപ്പിൽ ഒരു ടീമിനെയും ചെറുതായിട്ട് കാണുന്നില്ല, എഴുതി തള്ളണമില്ല. അത് അങ്ങനെ കാണാൻ പറ്റേമില്ല. അതാണ് വേറൊരു, അതാണ് വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകത. മിനിമം എല്ലാ വേൾഡ് കപ്പ് ഹൈ സ്റ്റാൻഡേർഡ് ഗെയിംസ്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ചെറിയ ടീമുകളാ കൊട്ടിട്ട് വരുന്നത്. പക്ഷെ ഈ വേൾഡ് കപ്പില് എല്ലാ ടീമുകളും ചെറുത് വലുതെന്ന് മനസ്സിലാവുള്ളതല്ലേ. എല്ലാ കളി എടുക്കുമ്പോ ഒരു ക്വാളിറ്റി ഉണ്ട് കളിക്ക്. അപ്പൊ ഇപ്പൊ നമ്മള് കഴിഞ്ഞ കളികളെ പറ്റി നമ്മളിപ്പോ എല്ലാം സംസാരിച്ചു. ഇനി വരാൻ പോണ കളികളെ കുറിച്ച്. ഇനി വരാൻ പോണ കളികൾ രാത്രി എന്ന് പറയുന്നത് ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി. എന്ത് നടക്കും, എങ്ങനെ നടക്കും അറിയാം. യെസ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കോങ്കോ ജയിക്കട്ടെ. ഇറ്റ്സ് കമ്മിങ് ഹോം. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത ഒരാളുണ്ട്. ആരാണ്? ഇപ്പോ നമ്മള് മറ്റേ മനുഷ്യന്മാരുടെ ജാതകം, ക്ലൈമറ്റിന്റെ, ഭൂമി, അങ്ങനെ പറയാം. അങ്ങനെ ഫുട്ബോളിങ്ങിലും ഈ വക സംഭവങ്ങൾ. അപ്പോ ഫുട്ബോളിംഗ് വൈസ് നമ്മൾ നോക്കിയിട്ട് ഇറ്റ്സ് കമ്മിങ് ഹോം ആണെന്നാ പറഞ്ഞത്. നല്ല സ്ട്രോങ് ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം എനിക്ക് ഫ്രാൻസ്, മെക്സിക്കോ, ഇംഗ്ലണ്ട് ഇവരുടെ കളിയാണ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് കളിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ബാക്കിയുള്ളവർ ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ഓപ്പോസിഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ കളി എന്ന് വെച്ചാൽ ഇവര് ഡോമിനേറ്റിംഗ് ആണ് ചെയ്യണത് എല്ലാ കളിയും. ഇംഗ്ലണ്ട് സെനഗലും അല്ലെ, അവിടെയാണ് അവിടെ പറ്റിയത്. ഘാനയുടെ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ, ഇംഗ്ലണ്ടിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കരുത് എന്നുള്ളത്. അതേപോലെയാണ് ഇംഗ്ലണ്ട് പാടുവിടും. കാരണം ഇംഗ്ലണ്ട് പഠിച്ച 18 അടവും ഘാനയായിട്ട് നോക്കിയുണ്ടായി, പക്ഷെ കിട്ടിയില്ല. അതേപോലെ പക്ഷെ അത് പക്ഷെ ഇപ്പൊ ബെല്ലിംഗമും കുറച്ചുകൂടി ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു കളി മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും സിമ്പിൾ ആയിരിക്കില്ല, ടൈറ്റ് ആയിരിക്കും. കോങ്കോന്റെ മുത്തുസ്വാമി പിന്നെ ഇന്ന് മുത്തുസ്വാമി ആവോ? എനിക്ക് കോങ്കോടെ അവനൊന്നും സൂക്ഷിച്ച ഇംഗ്ലണ്ടിന് നല്ലതായിരിക്കും. അടുത്ത കളിയിലോട്ട് പോകാം. ഇത് നമുക്ക് പറയാം രണ്ട് ബലാബല ടീം അല്ലെ, തുല്യ ശക്തികൾ എന്ന് പറയാം. കാരണം ആഫ്രിക്കനും ഈ പറഞ്ഞ ബെൽജിയം ഇപ്പൊ എങ്ങനെയൊക്കെയോ കടന്ന് തെറ്റിട്ട് എത്തിയിട്ടുണ്ട്. ആ കളി സുഖമില്ല. ഈ സെനഗലിന്റെ കളി സുഖമൊന്നുമില്ല, ജയിക്കുന്നുണ്ട്. സെനഗൽ ഡൗട്ടില്ലാണ്ട് ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നല്ല കളിയായിരിക്കും. ഇതും ചിലപ്പോൾ എക്സ്ട്രാ ടൈമിൽ തന്നെ പോകാനുള്ള ഒരു കളിയായിരുന്നു. 120 മിനിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ടൈം പോകും. നിങ്ങൾക്ക് എന്താ പ്രതീക്ഷ ഉണ്ടാലും? ബെൽജിയം അൺലക്കി ടീമാണ്. സത്യം വർഷങ്ങളായിട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 2018 അവർ അൺലക്കിയായിരുന്നു. 14 ഓക്കെ, അത് സമ്മതിക്കാം. 22 ശോകം കളിയായിരുന്നു. ഇതുവരെ ഇപ്പൊ കളിച്ചാലും നല്ല കളി എന്ന് പറയാനുള്ള ഒരു കളിച്ചിട്ടില്ല. ഇപ്പൊ കോച്ചല്ലേ ഇപ്പൊ പോർച്ചുഗലിന്റെ കോച്ച്. അല്ല അത് നമുക്ക് പറയാം അടുത്ത മാച്ച്. അടുത്ത മാച്ച് ചെയ്ത പിന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് USA ജയിക്കുന്ന പറയണത്. അതുകൊണ്ട് തന്നെ അവിടെ ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അല്ല ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ആണല്ലേ USA ഗുഡ് ടീമാണ് അവര്. അല്ല ഗുഡ് ടീമാണ്, ഗുഡ് പ്ലേ ആണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വിജയ് കുതിപ്പിൽ വന്നുകൊണ്ടിരുന്ന USA-ക്ക് 2 കളി തോറ്റ തുർക്കിയിലെടുത്തുനിന്നാണ് അടി കിട്ടിയത്. അല്ല ആ ഗെയിമില് ഫുൾ ടീമാണ് അറിഞ്ഞത് USA-ടെ. റെസ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. ഞാനൊരു മറ്റേ വലിയ ടീമുകൾ ഇറക്കിയിട്ടില്ല. കളി അത്യാവശ്യം ടൈറ്റ് ആയിരിക്കും, എന്നാല് ഒരു USA ഒരു edge ഉണ്ടാവും obviously. നെക്സ്റ്റ് മാച്ച് സ്പെയിൻ വേഴ്സസ് ആസ്ട്രിയ. അത് മറ്റേ ഫ്രാൻസും സ്വീഡനും കളി പോലെ തന്നെ ആയിരിക്കും. കാരണം യൂറോപ്യൻ ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അവർക്ക് അറിയാം അവരുടെ കളികളുടെ ശൈലികൾ എങ്ങനെയാണ്. ഓസ്ട്രേലിയ പിന്നെ സത്യമായിട്ട് ഡിഫെൻഡ് ചെയ്താൽ മാത്രമായിരിക്കും നിൽക്കുക. പിന്നെ സ്പെയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്പെയിൻ്റെ കളി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വലിയ സ്കൂളുള്ള കളികൾ സ്പെയിൻ കളിച്ചിട്ടില്ല. അതെ, സ്പെയിൻ ഈ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള കളി ഇതുവരെ വന്നിട്ടില്ല. സൂപ്പറിന്റെ സെക്കൻഡ് ഫേവറേറ്റ് ആണ്. അതിന്റെ സെക്കൻഡ് ഫേവറേറ്റ് അർജന്റീനയാണ്. അല്ല അധികമാരും പറഞ്ഞു കേൾക്കാത്തൊരു വിഭാഗമാണ് അത്. കാരണം ബ്രാച്ചുഗൽ എന്ന് പറയുന്ന പോലെ തന്നെ അർജന്റീന എന്ന് പറയുന്ന പ്രാച്ചുഗലിന്റെ കാര്യമല്ല ഞാനിപ്പോ ഈ ബ്രാച്ചുഗൽ വരാൻ കാരണം റയൽ മെഡ്രിഡിനെ മോസ്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രസീലും പോർച്ചുഗലും. ഈ ബാർസലോണയെ സപ്പോർട്ട് ചെയ്യുന്ന മികച്ച മിക്കവരും ഉണ്ടല്ല, അർജന്റീനയും സ്പെയിനും അർജന്റീനയും. അതാരും അല്ല ഞാനിപ്പോ എന്റെ സൈഡ് അതിൽ ക്ലിയർ ആക്കാൻ ആഗ്രഹിക്കണം എന്താന്ന് വെച്ചാല്, ഞാൻ മെസ്സി ഉള്ളത് കൊണ്ട് മാത്രം അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനാ. ഞാൻ അർജന്റീനൻ സപ്പോർട്ടർ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ മെസ്സി സപ്പോർട്ടറാണ്. മെസ്സിക്ക് സന്തോഷം വരുമ്പോൾ മെസ്സിയുടെ ടീം അർജന്റീന ആയതുകൊണ്ട് മെസ്സി കപ്പടിക്കുമ്പോൾ അവിടെ സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അടുത്ത കൊല്ലം മെസ്സി അർജന്റീനയെ കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ഫേവറേറ്റ് ടീം ഏതാന്ന് വെച്ചാൽ അർജന്റീനനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഫുട്ബോൾ മാറ്റി വെച്ചാൽ ഒന്നുമില്ല. കാരണം അർജന്റീന എന്ന് വെച്ചാൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു വേറെ സാധനം അല്ല, പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഒരു നിലപാടില്ലാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് അർജന്റീനക്കാരൻ എന്ന മറ്റേ ഒരു സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ എന്നെ ഇതാക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ മെസ്സി സപ്പോർട്ടറാണ്. എനിക്ക് വേണമെങ്കിൽ അടുത്ത ടീം മാറാവുന്നതേ ഉള്ളൂ. കാരണം എന്റെ ശിഷ്യൻ കളിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോയുടെ അപ്രന്റീസ് ആരാ? എംബാപ്പെ. ശിഷ്യനാണ് ഞാൻ പറഞ്ഞ ശിഷ്യനാ. എംബാപ്പെ ഓപ്പൺലി പറഞ്ഞതാണ് എന്റെ അപ്രന്റീസ് ടു ക്രിസ്ത്യാനോ. അതെ, പിന്നെ മെസ്സിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ള അല്ല 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 അതിപ്പോ അടുത്ത പോലെ ഇവനെ അറിയാം, അടുത്ത പോലെ സിഡാൻ വരും. ഈ ടീം തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള കപ്പാണ്. കളിക്കേണ്ട വേൾഡ് കപ്പ് കളിക്കണമെന്നില്ല, കപ്പകൾ കൊടുത്തേച്ചാൽ മതി എന്നുള്ളത് അറിയാം. പുള്ളി നൈസായിട്ട് ടാക്ടിക്കൽ മൂവാണ്. സ്പെയിനെ സപ്പോർട്ട് ചെയ്യാനുള്ള വേറെ എന്റെ കംപ്ലീറ്റ് ആക്കില്ല. സ്പെയിനെ സപ്പോർട്ട് ചെയ്യാനുള്ള 2 കാര്യമുണ്ട്. സ്പെയിനിൽ നമ്മുടെ ഈ ബാർസിലോണ ഘടകം അവിടെ ഉള്ളത് ശരി തന്നെ. അല്ല അതുള്ളത് ശരി തന്നെ. അല്ല അത് ശരി തന്നെ. പിന്നെ എനിക്ക് പൊളിറ്റിക്കൽ പരമായിട്ടും അവരുടെ പ്രസിഡന്റിനെ എനിക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് സ്പെയിനെ അവൻ സ്കൈ റോക്കറ്റ് ചെയ്ത്. നിലപാട് എന്ന് വെച്ചാൽ ഇതാണ്, ആരുടെ മുമ്പിൽ തല കുനിക്കാൻ പറ്റൂല എന്നുള്ള ഒരു നിലപാട്. അപ്പൊ ആ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ രാജ്യം എന്തായാലും കളിക്കുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അല്ലടാ ഈ പറഞ്ഞ ഈ അർജന്റീനക്കൊന്നും ഒരു നിലപാടുമില്ലല്ലോ. എന്ത് അവൻ പറഞ്ഞോ എന്നാ അത് അങ്ങനെ തന്നെ. അല്ല ഞാൻ രാജ്യങ്ങളെ പറ്റിയല്ല നമ്മൾ സംസാരിച്ചത്. അടുത്തത് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. പോർച്ചുഗൽ സിമ്പിളായിട്ട് ജയിച്ചു കയറും എന്ന് കുറെ പേര് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു, ഞാനും എക്സ്പെക്ട് ചെയ്യുന്നു. അല്ലല്ല മുസ്താഖിന്റെ പറച്ചല് റെസ്പോൺസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ല എനിക്ക് ബാക്കിയുള്ള മാച്ചസ് എന്താവെന്ന് അറിയില്ല. ഡിയേഗോ ജോട്ട മരിച്ച ദിവസമാണ് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ കളിക്കുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റ് പോർച്ചുഗൽ പ്ലേയേഴ്സിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കളി ജയിക്കും. പിന്നെ 2 ഫാക്ട് ഉണ്ട്, മിക്കവർക്കും അറിയുമായിരിക്കും. യൂറോ കപ്പ് 2016 അടിച്ചത് ഫസ്റ്റ് കളി ഡ്രോ ആയിരുന്നു, സെക്കൻഡ് കളി ജയിച്ചു, തേർഡ് കളി ഡ്രോ ആയിരുന്നു. ഫസ്റ്റ് കളിയിൽ ക്രിസ്ത്യാനോ ഗോൾ അടിച്ചില്ല, സെക്കൻഡ് കളിയിൽ 2 ഗോൾ അടിച്ചു, തേർഡ് കളിയിൽ അടിച്ചില്ല. നോക്കൗട്ടിൽ ക്രൊയേഷ്യ വരുന്നു. അങ്ങനെ 2016 യൂറോ അടിക്കണം. അത് ഒരു പോസിറ്റീവ് സൈഡ്. 2016 യൂറോ അടിച്ചത്. നെഗറ്റീവ് സൈഡ് പറയട്ടെ, പോർച്ചുഗൽ എന്നൊക്കെ അവേ ജേഴ്സി ഇട്ട് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ടോ അന്നൊക്കെ പുറത്തായിട്ടുള്ളൂ. ഇവൻ ഇൻസ്റ്റാഗ്രാം മൊത്തം അടിച്ചു വെച്ചിട്ടുണ്ടോ തോന്നുന്നു. മറ്റേ ഇത് ഞാനും കണ്ടായിരുന്നു. ഇപ്പൊ വരുമ്പോ സ്ക്രോൾ ചെയ്യുമ്പോ സാധനം കണ്ടായിരുന്നു. 2016 അടിച്ചു. അല്ല ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം എന്താന്ന് വെച്ചാല്, ഫസ്റ്റ് കളി റൊണാൾഡോ ഗോൾ അടിച്ചില്ല, സെക്കൻഡ് കളി 2 ഗോൾ അടിച്ചു. നല്ല കളിയായിരുന്നു. അപ്പൊ പുള്ളി ഐ ആം ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കളി നമുക്ക് പുള്ളിനെ മര്യാദയ്ക്ക് കാണാനും ഇതൊന്നും പറ്റിയിട്ടില്ല. അയാൾ ഫുള്ളി ബാക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് അവനിടണം. ആ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഈ പറഞ്ഞ ഓൾ ഇൻ ഫോർ ജോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും. എന്തിന്റെ ബേസിലാണ് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ക്രിസ്ത്യാനോട് ഒരു പ്രത്യേക ദേഷ്യവും ക്രിസ്ത്യാനോ ഈ പറഞ്ഞ മുന്നിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. പോർച്ചുഗൽ ടീം മൊത്തത്തിൽ എന്തുകൊണ്ട് പറയുന്നില്ല? ഈ പറഞ്ഞ ബ്രൂണോ ഫെർണാണ്ടസിനെ ഒരാളൊന്നും പറയുന്നില്ല. ഞാനിപ്പോ നല്ലതിന്റെ ഓർമ്മ ഇത് പറഞ്ഞാലും കുറ്റമുള്ള പോർച്ചുഗൽ ടീമിൽ ആരും പോർച്ചുഗൽ ടീമിനെ കുറിച്ച് അതിന് അതിന് ഒരു വ്യക്തമായ മറുപടി എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞോട്ടെ ഒന്ന്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോർച്ചുഗൽ ടീം എന്നുള്ളത് കുറേ ഫാൻസിന് പോർച്ചുഗൽ ടീം എന്ന് പറയൂല, ക്രിസ്ത്യാനോ ജയിച്ചു എന്നേ പറയൂ. അപ്പോൾ ഈ ഞാൻ കുറേ ഫാൻസ് നിന്നെയല്ല ഞാൻ പറഞ്ഞത്, നീ എന്നുള്ളല്ലേ അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നിനക്കും അറിയാം. ഇപ്പൊ പോർച്ചുഗലിൽ ജയിച്ചു കഴിഞ്ഞാൽ റൊണാൾഡോ കാരണം മാത്രം ജയിച്ചെന്ന് പറയുന്ന കുറെ പേരുണ്ട്. ഇല്ല അപ്പോ ആ സെയിം ഫാൻസ് ഇപ്പഴും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മനസ്സിലായ? അപ്പൊ തോറ്റു കഴിഞ്ഞാലും നിങ്ങൾ റൊണാൾഡോ ഉള്ളോട്ട് മാത്രം തോറ്റു എന്നുള്ള രീതി പറയണം എന്നുള്ള രീതിയിൽ. പിന്നെ ഹോട്ട് ടോപ്പിക്കാ ഈ മെസ്സിനെയും റൊണാൾഡോനെയും പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഏതവനും കിട്ടും. എന്തേ എന്തേ അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായത് എനിക്ക്. ഹോട്ട് ടോപ്പിക്ക് എവിടെയാണോ അത് നമുക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കിട്ടും. അപ്പൊ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരും ഉണ്ടാവും. യെസ്. പിന്നെ ടീം സ്പോർട്ട് ഒരു ഇൻഡിവിജ്വലും കൊണ്ട് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഇൻഡിവിജ്വൽ എക്സ്ട്രാ സ്പെഷ്യൽ ആയിരിക്കണം. ഓൾ ഇൻ ഫോർ ജോട്ട എന്നുള്ള മൂടി പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. എടാ ഇവര് ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലിനെ പിടിക്കാൻ പറ്റൂല. ഈ ടീം വെച്ചിട്ട് ഇവന്മാർക്ക് ഒന്നും നേടാൻ പറ്റുള്ള എന്ത് ചെയ്യും ഇപ്പൊ? അവർക്കും കണ്ടാ മനസ്സിലാവും ഇവർക്ക് ജയിക്കാൻ പറ്റൂല. ഒന്നും വേണ്ടതേ പേരെടുത്ത് വായിച്ചാൽ മനസ്സിലാവൂലേ ഇവരുടെ എബിലിറ്റിയിൽ കളിച്ചു കഴിഞ്ഞാൽ ജയിക്കൂന്ന്. അവിടെ നമ്മള് പ്ലേയേഴ്സിനെ പറയണ പോലെ തന്നെ ക്രൂശിക്കേണ്ട ഒരാളാണ് ഈ കോച്ച്. വളരെ മോശം. ഒരു ടാക്ടിക്സും ഇല്ല. എന്ത് ടാക്ടിക്സാ ഉപയോഗിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല ഇവര് പറയണെന്ന് വെച്ചാൽ ലെജൻസ് ഒക്കെ സംസാരിക്കണത് എന്താണ് ക്രിസ്ത്യാനോനെ മാറ്റിയാൽ ഇവന്റെ പണി തെറിക്കും, മറ്റവനെ മാറ്റിയാൽ പണി. അങ്ങനെയാണെങ്കിൽ ഇവന് പണിക്ക് നിൽക്കുന്നതല്ലോ. അല്ല പോർച്ചുഗൽ ടീമിൽ നമ്പർ 1 സ്ട്രൈക്കർ ഒരിക്കൽ അത് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ. നോക്കൌട്ട് മാച്ചിൽ അവനെ ബെഞ്ചിൽ ഇരുത്താൻ നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. എന്റെ അഭിപ്രായത്തില് ബ്രൂണോന് പകരം ജോ ഫെലിക്സിന് ഒരു ഫ്രീ പൊസിഷനിൽ ഇട്ടിട്ട് നമ്പർ 9 ഇട്ടിട്ട് അപ്പുറത്തെ നെറ്റോയും ഇപ്പുറത്തെ കോൺസാം വന്നു കഴിഞ്ഞാൽ കളി വന്നത് നിങ്ങൾ നോക്കിക്കും. വിറ്റിനും ചാർലസ് എന്നിട്ട് വെറുതെ നിന്നാലും മതി, ഫ്രണ്ടിലോട്ട് പോകണ്ട. ഫെലിക്സിന് പൊസിഷൻ കഴിഞ്ഞാൽ ഫെലിക്സ് ടീമായിട്ട് കളിക്കും. ബ്രൂണോ അങ്ങനെയല്ല. ഞാൻ ഒരു സ്റ്റാറ്റ്സ് എടുത്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാൻചെസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്ന സമയത്തുണ്ടല്ല ബ്രൂണോ പെർ മാച്ചിൽ 3.8 എന്ന് പറഞ്ഞ ഒരു മാച്ചിൽ മിനിമം 4 ചാൻസ് ക്രിയേറ്റ് ചെയ്യും. പിറ്റിനെ PSG കളിക്കുന്ന സമയത്ത് 2.6, 2.5 അല്ലെങ്കിൽ 3, ജാമോസ് 1.5 അല്ലെങ്കിൽ 2. ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. ഒരു ടോട്ടലി വേൾഡ് കപ്പിൽ 3 കളി കളിച്ച് എത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? 6 ചാൻസ്. 3 കളി ഇവര് റെഡ് കാസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് എന്ന് തെളിയിക്കണ എങ്ങനെയാണെന്നറിയോ? മിഡ്ഫീൽഡിലിട്ട് ബോൾ പാസ് ചെയ്ത് കളിക്കും. എനിക്ക് മനസ്സിലായിട്ടില്ല. മിഡ്ഫീൽഡിലിട്ട് ബോൾ അങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കും. എന്താണ് അവിടെ ടാക്ടിക്സ് എന്ന് ഉപയോഗിക്കണെന്ന് മനസ്സിലായിട്ടില്ല. ക്രൊയേഷ്യ 2018 ഫൈനലിസ്റ്റ്, 2022 സെമി ഫൈനലിസ്റ്റ്. ഒരിക്കലും ആയിരിക്കും പുച്ഛിച്ച് കളയാൻ പറ്റാത്ത ടീമാണ്. അല്ല അവിടെയാണ് പ്രശ്നം. അവിടെ ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീലിനെ അവർ തോപ്പിച്ച് കയറിയത്. ഇപ്പോ നാളെ പോർച്ചുഗൽ തോറ്റാലും എനിക്കതിന് വലിയ സർപ്രൈസിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നുന്നില്ല. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അത് വെറും തള്ളാണ്. പുള്ളിയുടെ ആഗ്രഹം നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ പറയുമ്പോ അങ്ങനെ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞത് പോർച്ചുഗൽ തോറ്റാണെങ്കിൽ അതിൽ വലിയ അയ്യോ പോർച്ചുഗൽ തോറ്റുന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം
കളി ഷോ നന്നായി കളിച്ചിട്ട് പോർച്ചുഗൽ പോഡ്കാസ്റ്റ് പോലില്ല. പോർച്ചുഗൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീഡർ ചെയ്യേണ്ടി വരും, അത് അവൻ ചെയ്യൂല. ജയിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ ചെയ്തോളൂ, അതാണ് ആകെയുള്ള ഒരു പ്രശ്നം. നെക്സ്റ്റ് മാച്ച് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് അൾജീരിയ. എനിക്ക് അൾജീരിയ ജയിക്കുന്നു. ഞാൻ അൾജീരിയ അൾജീരിയ ഓസ്ട്രേലിയൻ മാച്ച് ഹൈലൈറ്റ്സ് നമുക്ക് അത് കാണാൻ ലൈവായിട്ട് കാണാൻ പറ്റില്ല, കാരണം അർജന്റീനയുടെ മാച്ചുള്ളതുകൊണ്ട്. ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ അൾജീരിയ വേറെ തന്നെ ടീമായിട്ടാണ് തോന്നിയത്, മറ്റേ അർജന്റീനയായിട്ട് കളിച്ച ടീമായിട്ട് തോന്നിയില്ല. സ്വിറ്റ്സർലാൻഡ് ഖത്തറായിട്ടുള്ള കളിയാണ് ഞാൻ ഫുള്ളായിട്ട് കണ്ടത്, അതിൽ വലിയ സെറ്റപ്പ് ആയിരുന്നില്ല. അതിന് ശേഷം എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഐ ആം ഗോയിങ് ഫോർ അൾജീരിയ. ഓക്കെ, യു ആർ? I am going for Algeria. ഓക്കെ, സ്വിറ്റ്സർലൻഡിനെ കിട്ടിയാല് ഈ കോങ്കോ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ, അല്ല കേപ്പർജ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ, പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ഫൈനൽ, പിന്നെ പാക്കലാം. ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്ത്. ഈജിപ്ത് നല്ല കളിയാണ്. ഈജിപ്റ്റ്, യാ. എന്നാലും ഓസ്ട്രേലിയക്കാര് മറ്റേ മൈറ്റി ഓസീസ് അവിടെ ബണ്ടാരം പിടിച്ച നോക്കോട്ടി കയറി കഴിഞ്ഞാൽ വേറെ വേറെ കളിക്കാനാവും. സീൻ ടഫാണ്. അല്ല, അവരുടെ മെന്റാലിറ്റി മൊത്തം മാറും. അല്ല, അവരുടെ മെന്റാലിറ്റിയാണ് അവരുടെ മാറ്റേഴ്സ്. പക്ഷേ നല്ല ഫുട്ബോൾ കളിക്കണ ഈജിപ്റ്റാണ് ഇപ്പൊ. പക്ഷെ എന്നാലും ഇവര് മെന്റാലിറ്റി വെച്ചിട്ട് അവർ ഓവർകം ചെയ്ത് വരുമോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. കഴിഞ്ഞ ഇറാനുള്ള കളി ശരിക്കും പറഞ്ഞ മറ്റേ വാർണോളം മെയിൻ റീസൺ കോച്ചല്ലേ. പക്ഷെ അത് ഇറാൻ ജയിക്കണമെന്നായിരുന്നു. അർജന്റീന വേഴ്സസ് സ്പെയിൻ 0-0. ഉറുഗ്വേയായിട്ട് 1-0. സമനില. സൗദി ആയിട്ട് സമനിലയാണ്. ജയിച്ചാ ജയിച്ചു. അപ്പൊ ജയിച്ചിട്ടുണ്ടല്ലേ, ജയിച്ചു. അപ്പോ ഇവര് അടിച്ചിട്ട് ഗോൾസ് ഒക്കെ അടിപൊളി ഗോളാ. സ്പെയിനായിട്ട് സമ്മതില്ല. ഓക്കെ, ഈ ഗോൾ മറ്റേ ഒരു പ്രശ്നം വരാൻ പോകുന്നതാ. അർജന്റീന വൺ ടച്ച് കളിക്കുന്ന കളിയും അതൊരു ടീമും കളിക്കൂല. ആ വൺ ടച്ചിൽ അർജന്റീന കളിച്ചു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം കേപ്പ് വെറുതെ നോക്കേണ്ടത്. അല്ലാത്ത ഓപ്ഷൻ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേപ്പ് വെറുതെക്ക് ഒരു പരിധി അർജന്റീനയെ കൂട്ടാൻ പറ്റും. മെസ്സിനെ ലോക്കി തന്നെ പകുതി ആശ്വാസവും. ഗോൾ കീപ്പർ ഒന്ന് അല്ല, ഗോൾ കീപ്പർ ആണല്ല മറ്റേ ഇവരുടെ ഏറ്റവും മെയിൻ ഈ കേപ്പ് വെറുതെ. പിന്നെ വേറെ കേസ് പറഞ്ഞാൽ അർജന്റീന ഡിഫൻസിന് ഇതുവരെ നല്ല ത്രെട്ട് വന്നിട്ടില്ല. നല്ല അറ്റാക്കുള്ള ടീമായിട്ട് കേപ്പർ അറ്റാക്ക് അടിപൊളി തോന്നില്ല. പക്ഷെ ഫാസ്റ്റ് ബേസിൽ കളി വന്നു കഴിഞ്ഞാൽ അർജന്റീനയുടെ ബാക്ക് എന്തോരം സ്ട്രോങ് ആണെന്ന് അറിയാൻ പറ്റും. സൂപ്പർ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, കേപ്പറത്തേക്ക് അർജന്റീനയെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി, അല്ലെങ്കിൽ അർജന്റീന ഫൈനലെന്ന് ഞാൻ പറയൂല, സെമി വരെത്തും. അതും ഫൈനലാണ്. ഫൈനൽസ് ആണ്, സെമി ഫൈനൽസ്. നല്ല കളിയായിരിക്കും എല്ലാവരും പറഞ്ഞ പോലെ അല്ല. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ടൈറ്റ് കളിയായിരിക്കും. കേപ്പ് വെറുതെ ചെറിയ ടീമാണ്, മറ്റേ ഫേവറിറ്റിസം ഉണ്ട്, ഫിഫയുടെ ഉണ്ട്. ഞാൻ റീലിൽ പറഞ്ഞ പോലെ ഒരിക്കലും ആയിരിക്കില്ല. കേപ്പ് വെറുതെ ആയിരിക്കും അർജന്റീനക്ക് ടഫ് ഈ സീസണിൽ ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്നത്. കാരണം ഇവരുടെ കളി എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊന്നും അർജന്റീനക്ക് പാസ്റ്റ് ഒക്കെ പോയിട്ട് ചകഞ്ഞ് പിടിച്ചിട്ടൊക്കെ വേണ്ടി വരും. കാരണം ഒന്നും മനസ്സിലാവില്ല. യെസ്, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവരുടെ 101% കൊടുക്കും. അത് അർജന്റീന തോപ്പിക്കാന്ന് പറഞ്ഞാൽ വേൾഡ് ചാമ്പ്യന്മാരെ തോപ്പിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ സൗദി 2022 സൗദി അവർക്ക് വേൾഡ് കപ്പ് അടിച്ചത് സന്തോഷമായിരുന്നില്ലേ പിറ്റേ ദിവസം? അല്ലടാ, ഗ്രൂപ്പ് സ്റ്റേജില് വെറുതെ കയറിയെന്ന് പറയല്ലേ. ഇതുവരെ ഇവര് തോറ്റിട്ടില്ല. അപ്പൊ ഇതെങ്ങനെ ചെറിയ ടീമാവും? ഇതുവരെ ഒരു കളി പോലും തോറ്റിട്ടില്ല. തോക്കാൻ മനസ്സില്ലാത്ത ടീമാണ്. അപ്പൊ അത് അതെ, അല്ലടാ, തോക്കാൻ മനസ്സില്ലാത്ത ടീമാണ്. അപ്പൊ അവർക്ക് അവരെന്തിനുള്ളൊരു തയ്യാറെടുപ്പിൽ തന്നെ ആയിരിക്കും കളത്തിലിറങ്ങണത്. സ്പെയിൻ പിന്നെ മറ്റേ ഹറാമ്പോൾ മറ്റേ സാധനമുള്ള അല്ല, എന്നാലും പിടിച്ചു നിർത്തിയില്ലടാ. എന്നാലും അത് ഇഷ്ടംപോലെ ചാൻസ് കിട്ടിയത് അത് പോട്ടെ.
കൊളംബിയ കയറുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഘാനയുടെ ഡിഫൻസ് സീനാണ്. ഞാൻ അതെ കൂടോത്രവും ഡിഫൻസ്, എനിക്ക് അവരുടെ ഡിഫൻസ് ഭയങ്കരമായിട്ട്, എനിക്ക് ഇംഗ്ലണ്ട് ആയിട്ടുള്ള കളി ഞാനും മറ്റേ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് വീട്ടിലിരുന്ന് കണ്ടതാ. സിമ്പിൾ ആയിട്ട് ഇംഗ്ലണ്ട് ജയിക്കുന്നു വിചാരിച്ചാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ എന്താണ് ഗോളൊന്നും വേണ്ടിയില്ല. അപ്പൊ ഇവൻ പറഞ്ഞ കളി ടൈറ്റ് ആവും, നമുക്ക് സെക്കൻഡ് ഹാഫും കൂടി കാണാന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴും ഇംഗ്ലണ്ട് അവരുടെ എല്ലാ അടവും നോക്കുന്നുണ്ട്, പക്ഷെ നടപടി ആവുന്നില്ല. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോ ഇവര് അറ്റാക്കിങ്ങിന് പോകണ്ടായില്ല. ലാസ്റ്റ് നോക്കുമ്പോ ഇവര് അറ്റാക്കിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ചെറിയ ടീമല്ല, അല്ല ഗോളിയും കുഴപ്പമില്ലാന്നുണ്ടല്ലേ. ഡിഫൻസ് ബാക്ക് അടിപൊളിയാണ് ഇവരുടെ. കൊളംബിയക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എഡ്ജ് ഉണ്ട്. അല്ല കൊളംബിയ പോർച്ചുഗൽ നല്ല കളിയാ, ഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം ജയിച്ചില്ല, അപ്പോ തോറ്റൂല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രഡിക്ഷൻസും ഞങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. മുസ്താഖിന്റെ അഭിപ്രായങ്ങൾ യോജിക്കുന്നവർ മുസ്താഖിന്റെ ഒരു ലൈക്ക് കൊടുക്കുക. ആലിമിന്റെ അഭിപ്രായം യോജിക്കുന്നവർ റൗണ്ട് ഓഫ് 16 തൊട്ട് എല്ലാ മാച്ചസും സ്ക്രീൻ ചെയ്യുന്നുണ്ടാവും.